സാധാരണ പറയാറ് മൂകാംബികമ്മ നമ്മളെ വിളിച്ചാലാണ് നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് നമ്മളെ വിളിക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അമ്മയ്ക്ക് നമ്മുടെ മനസ്സ് നന്നായിട്ട് വായിക്കാൻ അറിയാമെന്നും അമ്മ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്ത് തരും എന്നാണ് എൻ്റെ അനുഭവം. അപ്പോൾ എൻ്റെ ഈ മൂകാംബിക യാത്രയിൽ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നാണ്, മൂകാംബിക അമ്മേനെ ഒന്ന് കാണണം, മൂകാംബിക ക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നുക. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും ആ ആഗ്രഹം കുറയണില്ല, കൂടി വരണേ. അപ്പോഴാണ് എനിക്കറിയാൻ പറ്റിയത്, ഇവിടെ തൃശ്ശൂർ KSRTCന്ന് ഒരു ബസ് പോകുന്നുണ്ട്, അത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു അന്ന് അതിന് പോയി ബുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ പിന്നെ ഏത് ദിവസം തിരഞ്ഞെടുക്കും എന്നുള്ള ഒരു ചിന്തയായി. ആ ആഴ്ചയിൽ സ്കന്ദഷഷ്ടിയാണ്. അപ്പോൾ ആ സ്കന്ദഷഷ്ടി തൊഴുത് കഴിഞ്ഞ് അന്നത്തെ ദിവസം നമുക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ 27-ാം തീയതിക്ക് ബുക്ക് ചെയ്തു. സാധാരണ എല്ലാ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഞങ്ങൾ 2-3 ദിവസം നൊയമ്പ് എടുക്കാറുണ്ട്. അപ്പോൾ സ്കന്ദഷഷ്ടിയും കൂടിയല്ലേ, അപ്പോൾ അങ്ങനെ പ്രഥമ തുടങ്ങി ഞങ്ങൾ നൊയമ്പ് എടുക്കാനായിട്ട് തുടങ്ങി. ഇന്ന് രാവിലെ എണീറ്റ് അമ്മയുടെ അടുത്ത്, ആ സ്വാമി ഫോട്ടത്തിൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട്, അമ്മേ ഞങ്ങളെ മൂകാംബികയിലേക്ക് വിളിക്കണേ, ഞങ്ങൾക്ക് എത്താൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കും. കുട്ടികളോടും ഞാൻ പറയും, മോളെ പറയിട്ട് അമ്മയുടെ അടുത്ത് പറയും, അമ്മയ്ക്ക് ഞങ്ങളെ കാണണ്ടേ, ഞങ്ങളിതുവരെ അമ്മേനെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അമ്മ ഞങ്ങളെ അവിടേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ കുട്ടികളും പ്രാർത്ഥിക്കും. അങ്ങനെ അത് പോണ ദിവസമായി 27-ാം തീയതി സ്കന്ദഷഷ്ടിയുടെ അന്നാണെങ്കിൽ ഭയങ്കര മഴ. അതിൻ്റെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച ആണെങ്കിൽ ഇവിടെ എല്ലായിടത്തും അവധി കൊടുത്തു, സ്കൂളുകൾക്കും കുട്ടികൾക്കൊക്കെ അവധി. അത്രയ്ക്ക് മഴയായിരുന്നു തിങ്കളാഴ്ച. അപ്പം അങ്ങനെ അന്ന് വൈകുന്നേരം ഇങ്ങനെ മനസ്സിൽ തോന്നുന്നത്, ദൈവമേ എങ്ങനെ അമ്പലത്തിലേക്ക് കൊല്ലൂർക്ക് പോകും ഭഗവാൻ, ഈ മഴ ഇത്രയ്ക്ക് മഴ. പക്ഷേ ഉണ്ടല്ലോ, ആ പോണേന് തൊട്ട് മുമ്പ് ആ മഴ നിന്നു എന്നുള്ളതാണ്. ഒരു തുള്ളി മഴ പോലും ഞങ്ങൾക്ക് നനയേണ്ട വന്നില്ല ബസ്സിൽ കയറണവരെ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഒരു 10:30 ഞങ്ങൾ ക്ഷേത്രത്തിലെത്താണ്. എന്നിട്ട് ഞങ്ങൾ വേഗം ഡ്രസ്സ് മാറാനായിട്ട് റൂമിൽ പോയി ഡ്രസ്സ് മാറി പല്ലേച്ച് കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അങ്ങനെ അമ്പലത്തിലേക്ക് വന്നു. അവിടെയും ചെറിയ മഴയുണ്ടെങ്കിലും ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആ മഴ നിൽക്കും. എന്നിട്ട് ഞങ്ങൾ അമ്മേനെ കാണാനുള്ള ആഗ്രഹത്തിൽ വേഗം ക്ഷേത്രത്തിലേക്ക് വരിക. അപ്പോൾ ക്ഷേത്രത്തിൽ ഇങ്ങനെയുണ്ട്, നമ്മൾ ക്ഷേത്രത്തിന് പുറത്തൊരു ഗണപതി ക്ഷേത്രമുണ്ട്, വലമുറി ഗണപതി. വലത്തോട്ടായിട്ടാണ് ഭഗവാന്റെ ആ തുമ്പിക്കൈ, അതാണ് വലംപിരി ഗണപതി എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുക. അപ്പോൾ അവർ ബൽമുറി ഗണപതി എന്ന് പറയുക. അപ്പോൾ ആ ഗണപതി ക്ഷേത്രത്തിൽ പോയി ഗണപതി സ്വാമീനെയൊക്കെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിലേക്ക് കിടക്കുക. അപ്പോൾ നോക്കുമ്പോൾ ക്യൂ ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ ക്ഷേത്രത്തിന് പുറത്ത് സാധാരണ ഒരു വലിയ ക്യൂവും ഒക്കെ ഗ്രില്ലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഒറ്റ മനുഷ്യരില്ല. അപ്പോൾ നേരെ അങ്ങനെ ചെന്ന് നേരെ ക്ഷേത്രത്തിലേക്ക് കയറുകയാണ്. എന്നിട്ട് കൊടിമരത്തിൻ്റെ അവിടെ ചെന്നു. എന്നിട്ട് ഇനി എങ്ങോട്ട് പോകണം, എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോഴുണ്ട് ഒരു ഭയങ്കരമായിട്ട് വാദ്യഘോഷങ്ങൾ നിൽക്കുക. നോക്കുമ്പോഴുണ്ട് അമ്മ ഇറങ്ങി വരിക. ഞങ്ങൾക്ക് ആദ്യത്തെ ദർശനം അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്ന് തന്നു. ഞാൻ ഏകദേശം 20 വർഷത്തിന് ശേഷം എൻ്റെ കുട്ടികളും ഭർത്താവും ആദ്യമായിട്ടാണ് അമ്മേനെ കാണുന്നത്. അപ്പം ഞങ്ങളങ്ങ് സ്റ്റക്കായി നിന്നുപോലെ. അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോഴുണ്ട് അമ്മ രഥത്തിൽ വരണം. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പറയാം, ആ രഥത്തിൻ്റെ ആ കയറുമ്പോൾ ഒരു ഇത്തിരി സ്ഥലമുണ്ട്, അതിൽ പിടിച്ചോ എന്നിങ്ങനെ മനസ്സിൽ പറയാം. അപ്പോൾ ഞാൻ വേഗം അവിടേക്ക് ചെന്നു. അപ്പോൾ ഒരു ചേട്ടൻ എനിക്ക് ഒരാൾ ഇത്തിരി നീങ്ങി തരിക. എന്നിട്ട് ഞാൻ ആ രഥത്തിൻ്റെ ആ കയറി പിടിച്ച് എനിക്ക് അമ്മേനെ ആ രഥം വലിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എന്ത് ഞാൻ ആഗ്രഹിക്കുന്നോ അതിനു മുമ്പ് എനിക്കത് കിട്ടിക്കൊണ്ടിരിക്കുക. നീ ചെയ്തോ, നീ പൊക്കോ എന്ന് എൻ്റെ മനസ്സിൽ എന്നോട് ആരോ പറയണ പോലെ. അത് ഞാൻ പറഞ്ഞ, അമ്മ എൻ്റെ മനസ്സ് നന്നായി വായിച്ച് എൻ്റെ ആഗ്രഹം എന്താണോ അതിനപ്പുറം എനിക്ക് തോന്നുന്നു. ഞങ്ങൾ വന്നപ്പോൾ കണ്ട ശീവേലിയാണ് കേട്ടത്. അതിനുശേഷം ഞങ്ങൾ ക്യൂവിലേക്ക് നിന്നു. ഏകദേശം ഒരു 20 മിനിറ്റ് നിന്നപ്പോഴത്തേക്കും നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടം വരെ എത്തി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, ഈ ദീപസ്തംഭത്തിലൊരു സ്തംഭ ഗണപതി ഉണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ട്
ഞങ്ങൾ തൊട്ട് മുമ്പിൽ ഒരു തിരുമേനി നിൽക്കണ്ടായിരുന്നു. ആ തിരുമേനി ഞങ്ങളോട് പറയാണ്, ഇതാ കണ്ടോ, അത് എൻ്റെ കുട്ടികളോട് പറയാണ്, ഇതേ കണ്ടോ, അതാണ് കേട്ടോ സ്തംഭ ഗണപതി. ആ സ്തംഭ ഗണപതിനെ നമ്മൾ കയറുന്നതിന് മുമ്പ് തൊഴണം എന്ന് പറയാണ്. എന്നിട്ട് ആ വാതിൽക്ക് എത്തണതിക്ക് മുമ്പ് സൈഡിൽ ഒരു ഗണപതിനെ കാണിച്ചു തന്നു, ഇപ്പുറത്തെ സൈഡിൽ ദേവിയുടെ വാഹനത്തെ കാണിച്ചു തന്നു. എന്നിട്ട് നേരെ ആ വാതിലിന് മുകളിലുള്ള ഗണപതിനെ തൊട്ട് തൊഴാനായിട്ട് പറയാണ്. അപ്പോൾ നമുക്കറിയാത്തത് പറഞ്ഞു തരാനൊരു ആളെയും കൂടി അമ്മ നിയോഗിച്ചു. ഞാൻ 20 ശേഷങ്ങൾക്കപ്പുറം എൻ്റെ കുട്ടികളും ഭർത്താവും ആദ്യമായിട്ടാണല്ലോ അമ്മേനെ കാണുന്നത്. അപ്പോൾ എന്ത് കൊണ്ടുപോകുമെന്ന് ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തിങ്കളാഴ്ച ആ മഴയത്ത് ഞാനും ഹസ്ബൻഡും കൂടി പോയി ആ കൂത്താമ്പള്ളി, ഞങ്ങളുടെ അടുത്തൊരു കൂത്താമ്പള്ളി ഉണ്ട്, അവിടെ നിന്ന് ഒരു കുഞ്ഞ് സാരിയാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ ആ സാരിയാണ് ഞങ്ങൾ അമ്മയ്ക്ക് കാണിക്കി വെച്ചത്. അവിടെ പൂവാണെങ്കിൽ പോലും തുല്യ പ്രാധാന്യമാണ് കേട്ടോ. സാരിയാണെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. സാരിയാണെങ്കിൽ ആൾക്കാർ കൊണ്ടുവരുന്ന പൂക്കളാണെങ്കിലും എല്ലാം അമ്മയ്ക്ക് തുല്യ പ്രാധാന്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണ് നമുക്ക് പറ്റണത് അത് നമ്മൾ ചെയ്താൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായത്, ഒരു പൂവാണെങ്കിൽ പോലും എത്ര വലിയ സമ്മാനമാണെങ്കിൽ പോലും ദേവിക്ക് അത് തുല്യ പ്രാധാന്യം തന്നെയാണ്. അത് അവർ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡ് വെച്ചിട്ട് അത് നീക്കുക ചെയ്യണത്. അമ്മയുടെ ഭിത്തിയുടെ പിൻഭാഗത്ത് നമ്മൾ കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവുമെന്ന് പറയാനായിട്ടുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ കൈ വെച്ച് പ്രാർത്ഥിച്ച് നോക്കി. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് അനുഭവമൊന്നും തോന്നിയില്ല. എന്തോ ഒരു ചെറിയൊരു വൈബ്രേഷൻ എന്നല്ലാതെ അതിനപ്പുറത്തൊരു അനുഭവം എനിക്ക് അന്ന് തോന്നിയില്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ തൊഴുതിറങ്ങി നേരെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മയുടെ അന്നദാന മണ്ഡപം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് തീരുമാനിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അപ്പോൾ നല്ല ചൂടുള്ള ആവി പറക്കുന്ന ഭക്ഷണം 2 കറിയായിട്ട് കിട്ടി. കുട്ടികൾക്ക് പായസമാണ് ഇഷ്ടം. അപ്പോൾ നോക്കുമ്പോൾ അവസാനം ഒരു പരിപ്പിൻ്റെ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി അത് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ തോന്നുകയാണ് നമുക്കൊന്നും കൂടി ഒന്ന് ക്ഷേത്രത്തിൽ കയറിയാലോ എന്ന്. അവിടെ സാരി കൗണ്ടറുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഉപയോഗിച്ച സാരികൾ അങ്ങനെ കൊടുക്കും. അപ്പോൾ ആ സാരി വാങ്ങാനായിട്ട് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ കയറുമ്പോൾ ഒരാളില്ല തൊഴാനായിട്ട്. ഒരു 10 പേര്. അപ്പോൾ ഞങ്ങൾ വേഗം ആ ക്യൂവിലേക്ക് നിന്ന് ഒന്നും കൂടി ഞങ്ങൾക്ക് അമ്മേനെ നന്നായി തൊഴാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 1:30 ആയപ്പോണ്ട് നട അടച്ചു. അപ്പോൾ 1:15, 1:30ക്കൊക്കെ നിങ്ങളവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഭയങ്കര തിരക്കുറവാണ്. നമുക്ക് ഈസി ആയിട്ട് അമ്മേനെ തൊഴാൻ പറ്റും. അതിനുശേഷം അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി. നമ്മൾ ഇന്ന ആൾ ഇന്ന സമയം എന്നെ കാണണമെന്ന് തീരുമാനിക്കുന്നത് അമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര പേര് കൂടെ പോയി എന്നുള്ളതല്ല. അപ്പോൾ ഇന്ന ആൾ ഇന്ന സമയം എന്നെ ഇന്ന പോലെ കാണാം, അത് ദേവി തന്നെയാണ് നമ്മളോട് പറയുക. ഞങ്ങൾ വൈകുന്നേരം സൗപർണികയിൽ പോയി കുട്ടികൾക്ക് സൗപർണികയൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോയി. അതിനുശേഷം തൊട്ടടുത്തൊരു ശിവക്ഷേത്രമുണ്ട്, ശുക്ലതീർത്ഥമൊക്കെ ആയിട്ട്. ആ ക്ഷേത്രത്തിൽ പോയി തൊഴുതു. വൈകുന്നേരം ഏകദേശം ഒരു 6 മണിയോടുകൂടി ഞങ്ങൾ പിന്നെയും ക്ഷേത്രത്തിലെത്തി. ആ സമയത്ത് ദേവി സരസ്വതിയാണ്. അപ്പോൾ കുട്ടികളെ തൊഴിയിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സമയം വൈകുന്നേരങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി അമ്മേനെ തൊഴുതു. അമ്മയുടെ ശീവേലി കണ്ടു, അമ്മയുടെ സ്വർണ്ണരഥം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സരസ്വതി മണ്ഡപത്തിൽ വന്നിരിക്കുക. അപ്പോൾ ഉണ്ട് ദേവി ശീവേലിക്ക് ശേഷം സരസ്വതി മണ്ഡപത്തിൽ എഴുന്നള്ളി വന്നിരുന്നു. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, പോയി കണ്ടോളൂ കേട്ടോ. ഇതാണ് ദേവി സരസ്വതി മണ്ഡപത്തിൽ വന്നിരിക്കുന്ന ആ വീഡിയോ. 10 മിനിറ്റ് ദേവി വന്നിരിക്കുക. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യയിലും കലയിലൊക്കെ ഉള്ള അഭിവൃദ്ധി ഉണ്ടാവും. ഞാൻ 2 പ്രാവശ്യം എനിക്ക് മംഗളാരതി തൊഴാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ സരസ്വതി മണ്ഡപത്തിൽ വന്നിരുന്നപ്പോൾ ആ ആരതി ഫസ്റ്റ് എന്നെ തൊഴാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ അതിനപ്പുറത്ത് ദേവി തന്നിരിക്കും. അപ്പോൾ ഇന്നതുപോലെ കാണണം, ഇന്നതുപോലെ ചെയ്യണം എന്നുള്ളത് ദേവി വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ അത് നടക്കുകയും ചെയ്യും. അപ്പം രഥസ്ഥിതിയായ ദേവീനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനിയൊരു ജന്മം ഉണ്ടാവില്ല എന്നാണ്, അതായത് മോക്ഷം എന്നാണ് അർത്ഥം. ആ ഒരു ഭാഗ്യം. അപ്പോൾ ആ ദേവീനെ, അങ്ങനെ രഥത്തിലിരിക്കുന്ന ദേവീനെ കണ്ടു. സർവ്വമംഗളങ്ങളും അരുളുന്ന ദേവി മൂകാംബിക, അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നിട്ട് ഞാൻ കരുതാം. 20 വർഷം ഞാൻ അമ്മേനെ എനിക്ക് കാണാൻ പറ്റാത്തതിന് പകരമായിട്ട് അമ്മ എല്ലാം കൂടി എനിക്ക് കാണാനായിട്ടുള്ള അവസരം തന്നു. എനിക്ക് എന്താണ് എൻ്റെ മനസ്സിലുള്ള ഫീലിങ്സ് എന്ന് എനിക്കറിയില്ല. അത്രയും സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കിടന്നുറങ്ങിയത്. എന്നിട്ട് വെളുപ്പിന് 4 മണിയായപ്പോൾ എനിക്ക് എണീക്കാൻ തോന്നി. ഞങ്ങൾ എണീറ്റ് രാവിലെ തന്നെ
ഒരു 4:45 ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. അപ്പോൾ ക്ഷേത്രത്തിലെത്തിയപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ക്യൂ ഉണ്ട്. അപ്പോൾ നിർമ്മാല്യം കാണാനുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ ക്യൂവിൽ നട തുറക്കണ സമയത്ത് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചല്ലേ ക്യൂ ഉള്ളൂ, അത് അവിടെ നിൽക്കട്ടെ, എനിക്ക് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കണമായിരിക്കും നല്ലതെന്ന് തോന്നി ഞാൻ കൊടിമരത്തിൻ്റെ ചുവട്ടിലാണ് നിന്നത്. അപ്പോഴാണ് കേട്ടോ എനിക്ക് ഏറ്റവും വലിയ അനുഭവം ഉണ്ടായത്. ഞാനങ്ങനെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ എന്നോട് ആരോ പറയാണ്, കൊടിമരത്തിൻ്റെ അവിടെ നീ നിന്നോ മോളെ എന്ന് പറയണ പോലെ എനിക്ക് ഫീൽ ചെയ്യണം. എന്നിട്ട് ഞാൻ അവിടെ നിന്നു. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ തൊട്ടടുത്തുണ്ട്, പിന്നിലായിട്ട് 2 വയസ്സായ സ്ത്രീകളുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അമ്മയുടെ നട അടച്ചിട്ടുണ്ട്, പുറത്ത് ആ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ബലിക്കല്ലിൻ്റെ അടുത്ത് ഒരു അമ്മ പശുവും കുഞ്ഞും ഉണ്ട്. അമ്മയ്ക്ക് കണി കാണാനായിട്ട് നിർത്തിയേക്കാണ്. നോക്കിയേ, ഇതാണ് കേട്ടോ ആ അമ്മ പശുവും കുട്ടിയും. അപ്പം അങ്ങനെ ഞാനങ്ങനെ നിൽക്കുക. അപ്പം ഉണ്ടല്ലോ പെട്ടെന്ന് ആ കർട്ടൻ അങ്ങോട്ട് നീങ്ങിയിട്ടോ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്ത് ഫീൽ ചെയ്തെന്ന് അറിയാം, എന്തോ ഒരു ശക്തി വന്ന് എൻ്റെ മേത്തേക്ക് ഒന്ന് പതിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാനൊന്ന് ഇങ്ങനെ ഞെട്ടിപ്പോയി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു അനുഭവമായി. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇപ്പോൾ പോലും കുളിര് കോരുന്ന ഒരു അനുഭവമാണ് എനിക്ക്. അങ്ങനെ പെട്ടെന്ന് ആ നട തുറന്ന് എൻ്റെ മേലേക്ക് വന്ന് പതിച്ച ആ ശക്തി ഒന്നല്ല, 1000 അനുഭവങ്ങളാണ് ഈ പ്രാവശ്യത്തെ മൂകാംബിക യാത്രയിൽ എനിക്കുണ്ടായത്. അതൊന്നും എല്ലാം കൂടി ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറയണമെങ്കിൽ അടുത്ത വീഡിയോയിലേക്ക് ഞാനത് ഉൾപ്പെടുത്താം. ഞാൻ കുടജാദ്രി പോയതും ഞാൻ പെട്ടുപോയ കഥയും ഒക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അങ്ങനെ ശങ്കരപീഠത്തിൽ പോയതും ഒക്കെ ആയിട്ടുള്ള കഥ, ഞാൻ വീഴാനൊക്കെ പോയായിരുന്നു, ആ കഥയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. നിങ്ങൾക്കും എന്നെ പോലെ മൂകാംബികയ്ക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവുകയും പിന്നെ അത് ദിവസം തോറും കൂടിയും വരികയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കിക്കോളട്ടോ, അത് നിങ്ങൾക്കുള്ള അമ്മയുടെ വിളി തന്നെയാണ്. നിങ്ങളൊരു സ്റ്റെപ്പ് വെച്ചാൽ മതി, ബാക്കി 99 സ്റ്റെപ്പും അമ്മ നിങ്ങൾക്കായിട്ട് വെക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ കമൻ്റായിട്ട് അറിയിക്കണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ഭാഗം ഞാൻ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ.